ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. മൂലഭാഷയിൽ ഈ വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് എന്ന പദത്തോടു കൂടിയാണ്. മലയാള പരിഭാഷകർ അത് വിട്ടുകളഞ്ഞത് വലിയ തെറ്റായിപ്പോയി. കാരണം 14, 15, 16 വാക്യങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളാണ് 17-ാം വാക്യത്തിലെ പുതു സൃഷ്ടിയെ സാധ്യമാക്കിയത്. നമ്മുടെ കർത്താവ് കേവലം സ്നേഹപ്രവാചകൻ മാത്രമായിരുന്നില്ല. അവിടുന്ന് മാനവരക്ഷാർത്ഥം ക്രൂശിൽ മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റവനാണ്. ആ സംഭവങ്ങളിൽ അടങ്ങിയിരിക്കുന്ന നന്മ നാം വിശ്വാസത്തിലൂടെ, ശരണത്തിലൂടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് നാം പുതു സൃഷ്ടിയായിത്തീരുന്നത്. അക്കാര്യം നാം മറന്നുകൂടാ. മെൽ ഗിബ്സൻ്റെ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ചലച്ചിത്രത്തിൽ നാം യേശുവിൻ്റെ യാതനകളെ കാണുന്നത് വിടാതെ കർത്താവിനെ അനുഗമിക്കുന്ന അമ്മ മറിയയുടെ കണ്ണുകളിലൂടെയാണ്. ഭാരമേറിയ ക്രൂശും പേറി പീഡന വഴിയിൽ നടക്കുന്ന യേശു കാലിടറി വീഴുമ്പോൾ ഒരു നിലവിളിയോടെ ആ അമ്മ മകനെ സഹായിക്കാൻ മുന്നോട്ട് കുതിക്കുന്നു. എന്നാൽ അവരെ പടയാളികൾ തടയുകയാണ് ഉണ്ടായത്. യേശു അവളോട് മന്ത്രിച്ചു, നോക്കൂ അമ്മേ, ഞാൻ സകലതും പുതുതാക്കുകയാണ്. യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ അത്യന്തം ഹൃദ്യവും കാവ്യാത്മകമായൊരു ഭാഷ്യമാണ് ഈ വാക്കുകളിലുള്ളത്. സകലത്തെയും പുതുക്കുന്ന കർത്താവിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അവിടുത്തെ കഷ്ടാനുഭവങ്ങളും മഹത്വമുള്ള പുനരുത്ഥാനവുമാണ്. ഇത് ഉപവാസകാലമാണ്. ഉപവാസം എന്നാൽ അടുത്തുള്ള വാസമെന്നും അർത്ഥമുണ്ട്. എന്നാൽ യഹോവയോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, സങ്കീർത്തനം 73:28. ഈ ഉപവാസകാലത്ത് ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനുമായ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്കും ചെല്ലാം. നമ്മുടെ രക്ഷയും ലോകത്തിൻ്റെ രക്ഷയും ആ കർത്താവിനോട് ഉള്ള അടുപ്പത്തിലാണ്, ഏകീഭാവത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും അവനോടൊപ്പം ഉയർത്തി നിൽക്കുന്നതിനും നാം തയ്യാറാവണം. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർ 2:20. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൽ, കൂട്ടായ്മയിൽ എന്നാണ് അർത്ഥം. വെറും ഭാവനയിലൂടെയല്ല, നിത്യജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നാം അനുഭവിക്കുന്ന കഷ്ടതകളിലും ദുരിതങ്ങളിലൂടെയും നാം കർത്താവിനോട് താതാത്മ്യം പ്രാപിക്കണം. നമ്മുടെ ദുഃഖങ്ങളെ ക്രൂശോട് ചേർത്ത് വെക്കുമ്പോഴാണ് അവയ്ക്ക് അർത്ഥവും മൂല്യവും ഉണ്ടാകുന്നത്. അപ്പോഴാണ് തങ്ക കഷ്ടതകളായി തീരുന്നത്. നമുക്ക് നമ്മുടെ പ്രാപ്തി അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തെ പരിഷ്കരിക്കാൻ കഴിയൂ. സ്വയം ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനോ ജീവിതത്തിൻ്റെ അലകും പിടിയും മാറ്റാനോ നമുക്കാവതില്ല. അതിന് കർത്താവിൻ്റെ സഹായം തേടണം. കർത്താവിന് നമ്മുടെ ജീവിതത്തെ ഉടച്ചു വാർക്കാൻ കഴിയും. പുതുസൃഷ്ടി അഥവാ പുനഃസൃഷ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്.
ആദ്യ സൃഷ്ടിയിൽ എന്താണ് സംഭവിച്ചത്? വെളിച്ചമുണ്ടാവട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. കർത്താവിൻ്റെ വാക്കിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണത്. യഹോവയുടെ വചനത്താൽ ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യമുളവായി. സങ്കീർത്തനം 33:6. യേശുക്രിസ്തു ശിമോനെ ഒരു ശിഷ്യനായി രൂപാന്തരപ്പെടുത്തിയതും വാക്കിൻ്റെ ശക്തിയാലത്രേ. ലൂക്കോസ് 5-ാം അധ്യായം അതിൽ 3-ാം വാക്യം, അവൻ അപേക്ഷിച്ചു, അവൻ ഉപദേശിച്ചു. 4-ാം വാക്യം, അവൻ കൽപ്പിച്ചു. 10-ാം വാക്യം, അവൻ നിയോഗം നൽകി. ശിമോൻ പറഞ്ഞു, നാഥ, നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അങ്ങനെ വലയിറക്കിയതാണ് അവൻ്റെ ജീവിതം, ശിമോൻ്റെ ജീവിതം. ലൂക്കോസ് 7-ാം അധ്യായം ശതാധിപൻ പറഞ്ഞു, കർത്താവേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. ഈ ഉപവാസകാലത്ത് കർത്താവിൻ്റെ വാക്ക്, കർത്താവിൻ്റെ വചനം കേട്ടാൽ, വിശ്വസിച്ചാൽ, അനുസരിച്ചാൽ, അത് നമ്മുടെ ജീവിത നിയോഗമായി നാം സ്വീകരിച്ചാൽ നാം രൂപാന്തരപ്പെടും, പുതിയ സൃഷ്ടിയാവും, നമ്മുടെ ലോകവും രൂപാന്തരപ്പെടും. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് നമുക്ക് പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എങ്കിൽ ഞാൻ പുതിയ സൃഷ്ടിയായിത്തീരും. നിൻ്റെ ക്രൂശ് കൊണ്ടും നിൻ്റെ പുനരുത്ഥാനം കൊണ്ടും കൃപയുള്ള കർത്താവെ, എന്നെ രക്ഷിക്കണമേ. എന്നിലൂടെ എൻ്റെ ലോകത്തെയും രക്ഷിക്കണമേ. ആമേൻ.